ഓ തിരുഹൃദയമേ, യേശുവിൻ തിരുഹൃദയമേ, ശാന്തതയും എളിമയും നിറഞ്ഞ സൂനമേ, എൻ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണേ. ഓ തിരുഹൃദയമേ, യേശുവിൻ തിരുഹൃദയമേ, ശാന്തതയും എളിമയും നിറഞ്ഞ സൂനമേ. ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. ദൂത് ഹൃദയം തിരുഹൃദയം ജൂൺ മാസത്തിലെ ഹൃദയ നന്മകളിലേക്ക് 28-ാം ദിനത്തിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഫ്രത്തെല്ലി തുത്തി എന്ന ചാക്രിക ലേഖനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ അടയാളങ്ങളെ ഇന്ന് നമുക്ക് സ്വീകരിക്കാം. നല്ല സമറായൻ നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ്. നല്ല സമറായക്കാരൻ്റെ ഉപമയിൽ ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന 3 പേര് 3 രീതിയിലാണ് പെരുമാറുന്നത്. അത് അവരുടെ ഹൃദയത്തിൻ്റെ സൂചന നൽകുന്നതാണ്. ഒരേ വഴിയിൽ നടക്കുന്ന 3 പേർ, ഒരുവൻ നന്മ ചെയ്യുന്നു, കുറച്ചു പേർ കൊള്ള ചെയ്യുന്നു, കുറച്ചു പേർ നിസ്സംഗതയോടെ കടന്നു പോകുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം സ്വീകരിക്കാത്തവരാണ് 2 കൂട്ടർ, കൊള്ള ചെയ്യുന്നവരും നിസ്സംഗരായി ജീവിക്കുന്നവരും. ദൈവത്തിൻ്റെ യഥാർത്ഥ വിളിക്ക്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നില്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഗണങ്ങളിൽ പെടുന്നവരായി പോകാനുള്ള അപകടം നമ്മുടെ മുമ്പിലുണ്ട്. ഫ്രത്തെല്ലി തുത്തി എന്ന ചാക്രിക ലേഖനത്തെ ഒരു ലെൻസ് പോലെ നമ്മൾ കാണണം. കാരണം നമ്മളെല്ലാവരുടെയും ഹൃദയ കണ്ണുകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു. ലോകത്തിലെ എല്ലാറ്റിനെയും ഈശോയുടെ തിരുഹൃദയമാകുന്ന ലെൻസിലൂടെ വീക്ഷിക്കുമ്പോൾ സ്നേഹവും സൗഹൃദവുമുള്ള ഒരു നവസംസ്കാരം നമ്മുടെ ഹൃദയങ്ങളിൽ ജന്മമെടുക്കും. ഇതാണ് തിരുസഭാ മാതാവ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നത് പോലെ നമ്മൾ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പരിമളമായി മാറണം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ എന്തനുഭവമുണ്ടായാലും അപ്പസ്തോലനെ പോലെ നമുക്ക് പറയാനാകണം, ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതുവരെ അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ സംവഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ തിരുവചനം വായിക്കാൻ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് വായിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ ബോധ്യങ്ങളാണ്, അവൻ്റെ ഹൃദയത്തിലൂടെ നൽകുന്ന വാഗ്ദാനങ്ങളാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഈ ഹൃദയത്തിൽ ഞാൻ ദരിദ്രരെ സുവിശേഷം അറിയിക്കും. ഈ ഹൃദയത്തിൽ നിന്ന് ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നൽകുന്ന ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. ആമേൻ.